ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററിലെ പേജ് നമ്പർ 60-ലെ 6th ബിയും 7th ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇവിടെ 3 സർക്കിൾ ഉണ്ട്. ഇതിൽ മിഡിൽ സർക്കിളിൽ മറ്റ് 2 സർക്കിളും പി ക്യു ആർ എസ് എന്നീ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. ഈ പി ആർ ക്യു എസ് ഇവ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനുകൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉള്ള സർക്കിളിൽ എ ബി സി ഡി എന്നീ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഡി സി ഒരു സൈക്ലിക്കാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പി ക്യു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പി ക്യു ആർ സി. ഓക്കെ, അപ്പോൾ ഈ ജോയിൻ പി ക്യു ആർ സി. സോ നമുക്കിവിടെ എത്ര സൈക്ലിക് കോർഡിനേറ്റർ? 3 സൈക്ലിക് കോർഡിനേറ്റർ. എ ബി ക്യു പി ഒരു സൈക്ലിക് കോർഡിനേറ്റർ, പി ക്യു എസ് ആർ മറ്റൊരു സൈക്ലിക്, ആർ എസ് ഡി സി അങ്ങനത്തെ 3rd സൈക്ലിക് കോർഡിനേറ്റർ ആകും. അപ്പോൾ ഇതിനൊക്കെ വെർട്ടെക്സ് 4 വെർട്ടെക്സ് ഈ സർക്കിൾ തന്നെ വരുന്നത്. ഇതും ഈ പി ക്യു എസ് ആറിൻ്റെ 4 വെർട്ടെക്സ് എന്താണ് വെർട്ടെക്സ് സർക്കിൾ തന്നെ വരുന്നത്. ഇവിടെ എന്താണ്? അപ്പോൾ ഇവ 4 എന്താവും? ഇവ 3 എന്താവും? സൈക്ലിക് കോർഡിനേറ്റർ ആവും. അപ്പോൾ ഇൻ സൈക്ലിക് കോർഡിനേറ്റർ എ ബി ക്യു പി. ഈ കോൺസെപ്റ്റ് നമ്മൾ ആംഗിൾ എന് എന്തെടുത്തു? എക്സ് എടുത്തു. ആംഗിൾ എക്ക് എന്ത്? എക്സ്. ആംഗിൾ എ എന്തെടുത്തു? എക്സ് കൊടുത്തു. സോ അപ്പോൾ ഇത് സൈക്ലിക് കോർഡിനേറ്റർ ആയതുകൊണ്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സംബന്ധമായിരിക്കും. ഈ 2 ആംഗിൾ എയുടെയും ആംഗിൾ ബി ക്യു പിയുടെയും സംബന്ധമായിരിക്കും 180 ആയിരിക്കും. സോ ആംഗിൾ ബി ക്യു പി, ആംഗിൾ ബി ക്യു പി ഇസിക്കൽ ടു 180 മൈനസ് എക്സ്. 180 മൈനസ്. ഇനി ആംഗിൾ ബി ക്യു പി, ആംഗിൾ പി ക്യു എസ്, ഇത് രണ്ടും ഒരു ലൈനിൽ, ഈ ലൈനിലെ ക്യു എന്ന പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിളല്ലേ. സോ ഇത് രണ്ടിൻ്റെയും സംബന്ധമായിരിക്കും 180 ആയിരിക്കും. ആംഗിൾ ബി ക്യു പിയും ആംഗിൾ പി ക്യു എസും. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ പി ക്യു എസ് ഇസിക്കൽ ടു ആംഗിൾ പി ക്യു എസ് ഇസിക്കൽ ടു 180 മൈനസ് ഇവിടുത്തെ ആംഗിൾ അത് 180 അല്ലേ. ഇത് രണ്ടിൻ്റെയും സമ്മ് 180 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇവിടുത്തെ ആംഗിളായ 180 മൈനസ് എക്സ് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 180 മൈനസ് എക്സ്, 180 180 മൈനസ് ചെയ്യും, മൈനസ് എക്സും മൈനസ് എന്തായി? പ്ലസ് ആകുമ്പോൾ പ്ലസ് എക്സ്. ഇനി ഇത് വേണമെങ്കിൽ മറ്റൊരു ഇതിന് വരാം. ഇതെന്താണ്? ഈ കോർഡിനേറ്ററിൻ്റെ ഔട്ടർ ആംഗിളാണ്. ഒരു കോർഡിനേറ്ററിൻ്റെ ഔട്ടർ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഇന്നർ ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഇത് എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്. അങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ കോർഡിനേറ്റർ ഇനി ഓക്കെ ഈ അടുത്ത സൈക്ലിക് കോർഡിനേറ്റർ പി ക്യു എസ് ആർ. ഇനി സൈക്ലിക് കോർഡിനേറ്റർ പി ക്യു എസ് ആർ. പി ക്യു എസ് ആറിലെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് രണ്ടും. ഇത് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് എക്സ്. അപ്പോൾ ആംഗിൾ ഏതാണ്? എസ് ആർ പി. ആംഗിൾ എസ് ആർ പി, ആംഗിൾ എസ് ആർ പി 180 മൈനസ് എക്സ്. ഓക്കെ, ഇപ്പോൾ ഇനി ഇത് 180 മൈനസ് ഇനി ഈ ആംഗിളോ? ഇത് ഈ എ സി എന്ന ലൈനിലെ ആർ എന്ന പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ ഇവ രണ്ടിൻ്റെയും സംബന്ധമായിട്ട് ലൈനർ പെയർ പ്രകാരം 180 ആവില്ല. ഇത് 180 മൈനസ് എക്സ് ആയിട്ട് ഇവിടെ എന്തായിരിക്കും? എക്സ് ആവും. അതായത് ആംഗിൾ എസ് ആർ സി, ആംഗിൾ എസ് ആർ സി ഇസിക്കൽ ടു 180 മൈനസ് എക്സ്. സോ 180 മൈനസ് ചെയ്ത് പോയി, മൈനസ് പ്ലസ് ആയി. സോ എക്സ്. ഓക്കെ, ഇനി ഇവിടെ എക്സ് കിട്ടിയിട്ടുണ്ട്.
ഇൻ സൈക്കിൾ കോർഡിനേറ്റർ ലാസ്റ്റിലെ സൈക്കിൾ കുറിച്ചാൽ ആർ എസ് ഡി സിയിൽ ഇത് എക്സ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ്. സോ ആംഗിൾ ഡി ഇസിക്കൽ ടു, ആ വെർട്ടെക്സിന് വേറെ ലൈനൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ആംഗിൾ ഡി എന്ന് മാത്രം എഴുതിയാൽ മതി. ആംഗിൾ ഡി ഇസിക്കൽ ടു 180 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ എ ബി ഡി സി സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് സൈക്ലിക് ആണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ത് ചെയ്യണം? 180 ആവണം. സോ ആംഗിൾ ഇ എത്ര? എക്സ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഡി എത്ര? 180 മൈനസ് എക്സ്. ഇത് രണ്ടിൻ്റെയും സം 180 ആണെന്ന് ചെക്ക് ചെയ്താൽ മതിയല്ലോ. സോ ആംഗിൾ ഇ എ ഓപ്പോസിറ്റ് ആംഗിളായ ആംഗിൾ ഇ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഇക്വൽ ടു ആംഗിൾ ഇ എ എത്രയാണ്? എക്സ് ആണ്. എക്സ് പ്ലസ് ആംഗിൾ ഡിയോ ഇവിടെ കണ്ടിട്ടുണ്ട് എത്ര? ആംഗിൾ ഡി 180 മൈനസ് എക്സ്. ഓക്കെ, ഈ എക്സിന് ഈ എക്സ് എന്ത് ചെയ്തു? മൈനസ് ചെയ്ത് പോയി. ബാക്കി ഇസിക്കൽ ടു 180. സോ എ ഡി ബി സി സോറി എ ബി ഡി സി ഈസി എ സൈക്ലിക്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യന് നോക്കാം. ഇൻ ദ ഫിഗർ പി ക്യു ആർ എന്നീ പോയിന്റുകൾ എന്ത് ചെയ്തിരിക്കണം? എ ബി ബി സി എ സി എന്നീ സൈഡുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ട്രയാങ്കിൾ എ ക്യു ആറിൻ്റെയും ട്രയാങ്കിൾ പി ബി ആറിൻ്റെയും സർക്കിൾസ് എം എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ പി ക്യു സിയുടെ സർക്കിളും എന്ത് ചെയ്യുന്നു? ഈ എമ്മിലൂടെ പാസ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പാസ് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഈ പി ആർ ജോയിൻ പി ആർ പി എം എം ആർ എം ക്യു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പി എം ആർ ബി ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആവില്ലേ? എം ക്യു എ ആർ മറ്റൊരു സൈക്ലിക് കോർഡിനേറ്റർ ആവില്ലേ? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്താൽ ആദ്യം നമ്മൾ ജോയിൻ ചെയ്ത് ഏതൊക്കെയാണ്? ഇഫ് ജോയിൻ പി എം എം ആർ പിന്നെ എം ആൻഡ് എം ക്യു. ഓക്കെ, അപ്പോൾ എന്തായി? ഈ ബി പി എം ആർ ഒരു സൈക്ലിക് ഐലൻഡ് ഇൻ സൈക്ലിക് കോർഡിനേറ്റർ ബി പി എം ആർ ബി പി എം ആറിൽ അപ്പോൾ ഈ എം എന്ന പോയിന്റിലെ ആംഗിൾസും ഈ സൈക്ലിക് ആയതുകൊണ്ട് എം എന്ന പോയിന്റിലെ ആംഗിൾസും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബിയുടെയും സം എന്തായിരിക്കും? 180 ആവില്ലേ? സോ ആംഗിൾ പി എം ആർ ഇത് ബി ആയതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും സമയത്ത് 180 അല്ലേ? സോ ആംഗിൾ പി എം 180 മൈനസ് ബി ആവും. 180 മൈനസ് ആംഗിൾ ബി. അപ്പോൾ 180 മൈനസ് ബി. അതേപോലെ തന്നെ ഇവിടെ സൈക്കിൾ കോർഡിനേറ്റർ എ ക്യു എം ആർ ഇൻ സൈക്ലിക് കോർഡിനേറ്റർ എ ക്യു എം ആർ. അപ്പോൾ ആംഗിൾ എയും അതിൻ്റെ ഓപ്പോസിറ്റ് എമ്മിൽ
മേക്ക് ചെയ്യുന്ന ആംഗിളും 180 ആവും. കാരണം എന്താ, ഇതൊരു സൈക്ലിക് അല്ലേ. സോ ആംഗിൾ RMQ അല്ലെങ്കിൽ QMR, ആംഗിൾ QMR, ആംഗിൾ QEMR is equal to 180 minus A. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ PQC എന്ന ട്രയാങ്കിളിന്റെ സർക്കിളും ഇതിലൂടെ പാസ് ചെയ്യണം, എമ്മിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഇതൊരു കോറിലേറ്റർ അല്ലേ. ഈ PCQ എന്ന ട്രയാങ്കിളിന്റെ സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുമെങ്കിൽ എന്ത് സംഭവിക്കും? ഈ PCQM എന്തായിരിക്കും? ഒരു സൈക്കിൾ കോറിലേറ്റർ ആവും. അപ്പോൾ നമുക്കിവിടെ 2 ആംഗിൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ 180 മൈനസ് A അല്ലേ. അപ്പോൾ ഈ M പോയിന്റിൽ ഉണ്ടാക്കുന്ന ഓൾ ആംഗിളിന്റെ സം 360 ആണ്. അപ്പം ഈ മൂന്നാമത്തെ ആംഗിൾ കാണാൻ മറ്റു രണ്ടെണ്ണം കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ ആംഗിൾ PMQ is equal to ആകെയുള്ള 360 മൈനസ് 2 ആംഗിൾസ് 180 മൈനസ് A പ്ലസ് 180 മൈനസ് B. ഓക്കെ, അപ്പോൾ ഇസ് ഈക്വൽ ടു 360 മൈനസ് 180 360 മൈനസ്, പിന്നെ ഇവിടെ ആരുള്ളത്? A ഉണ്ട്, ഒരു മൈനസ് ബിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ 360 മൈനസ് ചെയ്ത് മൈനസ് ഇൻറ്റു മൈനസ് A പ്ലസ് A ആവും, മൈനസ് A ഇൻറ്റു മൈനസ് B പ്ലസ് B ആവും. അപ്പോൾ ആംഗിൾ PMQ A പ്ലസ് B. ഈ ആംഗിൾ PMQവിന് വിഷയം എന്താ? A പ്ലസ് ബി ആണ്. അഥവാ ആംഗിൾ എയും ബിയും ആഡ് ചെയ്തതിൻ്റെ സമയം ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഈ PQCയുടെ സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്താ ഒരു സൈക്കിൾ കോറിലേറ്റർ ആണ്. അപ്പോൾ സൈക്കിൾ കോറിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ഈ എമ്മിലൂടെ പാസ് ചെയ്യണമെങ്കിൽ PCQ എന്താണ്? PCQM എന്താണ്? ഒരു സൈക്ലിക് കോറിലേറ്റർ ആവണം അല്ലേ. അപ്പോൾ സൈക്കിൾ കോറിലേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം എന്താവണം? 180 ആവണം. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ PMQയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അപ്പോൾ ആംഗിൾ PMQ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? സി. ഇത് രണ്ടിൻ്റെയും സം എന്താണ് പ്രൂവ് ചെയ്യണം? 180 ആണ്. ഈ ആംഗിൾ PMQൻ്റെ സം എന്താ? ആംഗിൾ A പ്ലസ് ആംഗിൾ B. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആംഗിൾ സി ആണ്. പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്ര? 180. എങ്ങനെയാണ്? ആംഗിൾ എയും ബിയും സിയും 180 ആണ്. വൈ? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. ട്രയാംഗിളിൻ്റെ 3 ആംഗിൾസ് ആണ്. ട്രയാംഗിളിൻ്റെ 3 ആംഗിൾസിൻ്റെ സം എത്ര? 180 അല്ലേ. സോ angle PMQ plus angle C is equal to angle A plus angle B plus angle C is equal to 180. Okay, so circle of triangle PCQ passing through the point M. Okay.